ഒരു സമയത്ത് ഔക്കറാജിൻ്റെ വീട്ടിൽ കയറി അടിച്ചെന്ന് ഇത് ഔക്കറാജിനോട് പറഞ്ഞെന്നാ. അങ്ങനെ നടക്കുന്ന കാലമാണ്. കുറേ ഇങ്ങനെ നടന്നിരുന്നു, കൂടെയും കുറേ ആളുകളും ഉണ്ടാവും. ഔക്കറാജിൻ്റെ വീട്ടിൽ കയറി ചെന്ന് ആർക്കാണ് ഇവിടെ സുഖമില്ലാത്തതെന്ന് വെച്ചു. അപ്പം അവിടെ ഒരു സുഖമില്ലാത്ത ആരാന്ന് ഓൽക്ക് തന്നെ ആർക്കും ഓർമ്മയില്ല. അപ്പോൾ ഭാര്യ പറഞ്ഞു മോക്ക് പനി ഉണ്ടെന്ന്. അവൾക്ക് ഇനി പനി വേണ്ടാന്ന് പറഞ്ഞു. അവൾക്ക് ഇനി പനി വേണ്ടാന്ന് പറഞ്ഞു. ഔക്കറാജിനോട് പറയും 40 കൊല്ലം കഴിഞ്ഞ് അവളെ കെട്ടിച്ചിട്ട് ഇതിനോട് പറഞ്ഞു തരണേരം. എന്നിട്ട് പിന്നെ ഒരു 10 കൊല്ലം കഴിഞ്ഞെന്ന് എനിക്ക് തോന്നുന്നത്. 40 കൊല്ലം കഴിഞ്ഞ് ഉസ്താദെ ഓളെ കെട്ടിച്ചിട്ട് ഈ പറഞ്ഞതിൻ്റെ ശേഷം പനി എന്ന് പറഞ്ഞൊരു രോഗം ഒക്കെ ഉണ്ടായില്ല. വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, ചെറുങ്ങനൊക്കെ തലവേദന. പനി എന്ന് പറഞ്ഞ രോഗം എൻ്റെ മോക്ക് ഉണ്ടായില്ല. ഈ പറഞ്ഞതിൻ്റെ ശേഷം പനി എന്ന് പറഞ്ഞൊരു രോഗം ഒക്കെ ഉണ്ടായില്ല. വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, ചെറുങ്ങനൊക്കെ തലവേദന. പനി എന്ന് പറഞ്ഞ രോഗം എൻ്റെ മോക്ക് ഉണ്ടായില്ല. എന്തൊരു പവറായിരുന്നത്! എന്ത് പറഞ്ഞാലും പറയുന്നത് പോലെ അനുഭവപ്പെടുകയാണ്. ഓക്ക് പിന്നെ പനി ഉണ്ടായിട്ടില്ല എന്നാണ് പറഞ്ഞത്. പ്രിയമുള്ളവരെ, ഇതുപോലെയുള്ള വിവരക്കേടുകൾ ഇവർ ഈ ഉമ്മത്തിൻ്റെ ഇടയിലേക്ക്, ഇയാളുടെ പേര് UK മജീദ് മുസ്ലിയാർ എന്നാണ്, കാന്തപുരം സമസ്തയിലെ പ്രഗത്ഭനായ ഒരു മുസ്ലിയാരാണ്. ഈ പറഞ്ഞ രൂപത്തിൽ CM മടവൂര് എന്തോ പറഞ്ഞു. അതിൻ്റെ ശേഷം ഈ അബുക്കറാജിയുടെ മകൾക്ക് പിന്നെ പനി ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ ഈ കൗമ് CM മടവൂർ എന്ന് പറയുന്ന മനുഷ്യനെ, അയാൾ മരിച്ചുപോയ ആ മനുഷ്യനെ ഇന്നും എന്തോ ഒരു വലിയൊരു സംഭവമാണ് എന്ന്, അള്ളാഹിനെക്കാട്ടിലും വലിയൊരു സംഭവമാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ സാധുവിൻ്റെ മകൻ, ഇത് ഈ UK മജീദ് മുസ്ലിയാരുടെ മകൻ അസുഖം വന്ന് മരിച്ചപ്പോൾ CM മടവൂർ എങ്ങിട്ട് പോയിക്കായിരുന്നു? അല്ല, അത് നമുക്കറിയണമല്ലോ. കപ്പലണ്ടി വിൽക്കാൻ പോയിക്കായിരുന്നോ? ഒരു കള്ളക്കറാമത്തും കൂടി പറഞ്ഞിട്ട് ഇയാളുടെ മകൻ്റെ അവസ്ഥ നമുക്കൊന്ന് വിശദീകരിക്കാം. കുറേ ആളുകൾ രാപ്പകലില്ലാതെ ഇവിടെ വന്നുകൊണ്ട് ഇപ്പം അടുത്ത് ഒരു സഹോദരൻ, എത്രയോ വലിയ ഒരു മുഴയുള്ള ഒരാൾ ചിലപ്പോൾ ഈ സദസ്സിലുണ്ടാവും, അയാളുടെ ഭാര്യക്ക് അങ്ങനെ എത്രയോ ഒരു തൂക്കമുണ്ട്, വലിയ തൂക്കമുണ്ട. ഞാൻ വ്യക്തമായിട്ട് തൂക്കത്തിൻ്റെ കണക്കിൻ്റെ ഓർമ്മയില്ല. അങ്ങനെ ഷെയ്ഖുനാൻ്റെ അടുത്ത് വന്ന് ആദ്യം ഡോക്ടറെ കാണിച്ച് അത് ഇത്രയും തൂക്കമുള്ളൊരു അത് എടുത്തു കളിയല്ലാതെ രക്ഷയില്ല എന്ന് പറഞ്ഞു. അയാൾ ഇവിടുത്തെ ഖാദിമാണ്, ഈ പറഞ്ഞ സഹോദരിയുടെ ഭർത്താവ് ഇവിടെ ഉണ്ടാവും. അങ്ങനെ അവിടുന്ന് ഷെയ്ഖുനായോട് ഒന്ന് നന്നായിട്ടാണ് പറഞ്ഞ് ഇപ്പം നോക്കുമ്പോൾ 15 5 ചുരുക്കി എന്നാണ് എന്നോട് വിശദീകരിച്ചു വന്ന ആൾ പറഞ്ഞത്. ഇനിയും ചുരുങ്ങും, അത് തീരെയല്ലാതെ ഇതിലേറെ ഉമ്മാൻ്റെ കഴുത്ത് ചുരുങ്ങിപ്പോയതുപോലെ ഈ രൂപത്തിൽ ആയിരക്കണക്കിന് ആളുകൾക്ക് ഷെയ്ഖുനയുടെ കറാമത്ത് പറയാൻ കഴിയും. ഇവിടെ ആയിരക്കണക്കിന് ആളുകൾക്ക് ഷെയ്ഖുനയുടെ കറാമത്ത് പറയാൻ കഴിയും. ഇതുപോലെ രോഗം മാറ്റിയത് വലിയ 15 കിലോ ഉള്ള, നേരത്തെ അറിയില്ലായിരുന്നു, പിന്നീട് 15 കിലോ ഉള്ളത് 5 കിലോ ആയി എന്നൊക്കെ പറഞ്ഞു. ഇതുപോലെയുള്ള വിവരക്കേട് പറഞ്ഞുകൊണ്ട് ആളുകൾ മതിയായ ചികിത്സ ലഭിക്കാതെ അല്ലെങ്കിൽ ചെയ്യാതെ, അതിനുവേണ്ടി ശ്രമിക്കാതെ ഇതുപോലെ മടവൂരിൻ്റെ അടുത്ത് പോയിട്ട് ചോദിക്കും പറയുകയൊക്കെ ചെയ്യുകയാണ്. മടവൂരിൻ്റെ കള്ളക്കറാമത്തുമായിട്ട് നടക്കുന്ന സിറാജുദ്ദീൻ ലത്തീഫി എന്ന് പറയുന്ന ഒരു മുസ്ലിയാർ, അയാൾ മതിയായ ചികിത്സ നൽകാതെ വീട്ടിൽ ഭാര്യയെ പ്രസവിപ്പിച്ചു എന്ന് മാത്രമല്ല, ബ്ലീഡിങ്ങും അതുപോലെ തന്നെ ശ്വാസതടസ്സമൊക്കെ വന്നിട്ട് ആ സ്ത്രീ മരണം സംഭവിക്കുന്നത് വരെ ആ സ്ത്രീക്കുള്ള ചികിത്സ നിഷേധിച്ചുകൊണ്ട് അതിനെ കൊലയ്ക്ക് കൊടുത്ത ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. ഇനി അതൊന്നുമല്ല രസകരം, ഇയാളുടെ മകൻ മാരകമായ ഒരു അസുഖം ബാധിച്ചാണ് മരണപ്പെട്ടത്. അത് സംബന്ധമായിട്ട് നമുക്കൊന്ന് കേട്ടു നോക്കുക. ഇപ്പോൾ ആയിരക്കണക്കിന് ആളുകളുടെ കാര്യമൊക്കെ ഇയാൾ പറയുന്നുണ്ടല്ലോ. മണ്ണിൻ്റെ അടിയിൽ കിടക്കുന്ന മടവൂര് ഇവിടെ ആയിരക്കണക്കിന് ആളുകളെ ചികിത്സിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ. എന്താ ഇയാളുടെ മകനെ ചികിത്സിക്കാതിരുന്ന്? ഒന്ന് കേട്ടോ കാണി. നാളെ ഇവിടെ വരുന്ന UK മജീദ് മുസ്ലിയാർ എന്ന് പറഞ്ഞല്ലോ, മഹാനവറുകളെ മൂത്ത മകൻ എൻ്റെ കൂടെയായിരുന്നു. 9 കൊല്ലം പഠിച്ചിരുന്നു, നന്നായി പഠിച്ചു, ഹാഫിളായി ആലിമായി UAE ഉമ്മുൽ ഖൈനിൽ ഒരു പള്ളിയിൽ 4-5 വർഷം ഇമാമും ഖത്തീബുമായി സേവനം അനുഷ്ഠിക്കുന്നതിനിടയിൽ ചെറിയൊരു ഊരവേദന വന്നു. നാട്ടിൽ വന്നു, ചെക്കപ്പ് നടത്തി, നോക്കുമ്പോൾ ക്യാൻസറാണ്. അങ്ങനെ പെട്ടെന്ന് മരണപ്പെട്ടു പോയി. ഏകദേശം ഒരു 5-8 മാസങ്ങൾക്ക് മുമ്പ്. ഏകദേശം ഒരു 5-8 മാസങ്ങൾക്ക് മുമ്പ്, എന്തായാലും ഒരു വർഷമായി.
UK മജീദ് മുസ്ലിയാരുടെ മകൻ മരണപ്പെട്ട വിഷയം ഞാൻ അറിഞ്ഞിരുന്നു. UK മജീദ് മുസ്ലിയാർ ഇത് മാത്രമൊന്നുമല്ല, ഇയാൾ വളരെ വൃത്തികെട്ട പ്രഭാഷണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അതായത് പുലിമൈദീൻ്റെ ഉച്ഛിഷ്ടം, അമേദ്യം, കഫം, മൂക്കള, അതുപോലെ തന്നെ ചുരുട്ടിൻ്റെ ഹാഷ്, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഈ മുറുക്കാൻ ചണ്ടി, മുറുക്കാൻ തൂപ്പലൊക്കെ പാടെ കോളാമ്പിയിലിട്ട് കലക്കിയിട്ട് CM മടവൂർ വലിച്ചു കുടിച്ചിരുന്നു എന്നൊക്കെ പറയുന്ന ഈ മജീദ് മുസ്ലിയാർ, ഇയാൾ കാന്തപുരം സമസ്തയുടെ പ്രഗത്ഭനായ ഒരു തള്ളുവീരനാണ്. ഇയാളുടെ മകന് മരണപ്പെട്ടു പോയി എന്നുള്ളത്, മാരകമായ ഒരു അസുഖം പിടിച്ചിട്ടാണ് മരണപ്പെട്ടു പോകുന്നത്. നല്ല രീതിയിൽ ജീവിച്ചു പോയിരുന്ന UK മജീദ് മുസ്ലിയാരുടെ മകൻ ആള് ഹാഫിളാണ് എന്നൊക്കെയാണ് അറിവ്. അപ്പോൾ ഇദ്ദേഹം പറയുകയും ചെയ്തു. ഇതുപോലെയുള്ള കള്ളക്കറാമത്തുകൾ പറഞ്ഞു നടക്കുന്ന ആളുകളുടെ മക്കളുടെയും, എന്തിന് ഇവരുടെയൊക്കെ വലിയ ഷെയ്ഖ് കാന്തപുരം AP അബൂബക്കർ മൗലവി മൈത്രയിൽ പോയിട്ട് മലച്ചെട്ടി കിടന്നല്ലോ അസുഖം വന്നപ്പോൾ. എന്തായാലും അവർക്ക് ആർക്കും CM മടവൂരിൻ്റെ ചികിത്സ അല്ലെങ്കിൽ മറ്റുള്ള സഹായങ്ങൾ ലഭിക്കുന്നില്ല. ഇവർ പറഞ്ഞു നടക്കുകയാണെന്നുണ്ടെങ്കിൽ ആയിരക്കണക്കിനല്ല ലക്ഷക്കണക്കിന് കഥ പറയാൻ ഇവർക്ക് അറിയുകയും ചെയ്യും. പ്രിയമുള്ളവരെ, മനസ്സിലാക്കുക, ഇവർ കള്ളക്കറാമത്ത് പറയുവാൻ വേണ്ടി മാത്രമാണ് ഇതുപോലെയുള്ള തള്ളുകളുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ഇവർ മൈക്കയുടെ മുമ്പിൽ ഇരുന്നിട്ട് ഹംദും സലാത്ത് ഓതിയിട്ട് പറയുന്ന കള്ളങ്ങൾ അത് നിങ്ങൾ വിശ്വസിക്കരുത് എന്ന് പറയാൻ വേണ്ടിയിട്ടായിരുന്നു ഇന്നലെ സിറാജുദ്ദീൻ ലത്തീഫി എന്ന് പറയുന്ന ആളുടെ ഭാര്യ മരിച്ചത്. ഇതുപോലെ CM മടവൂരിൻ്റെ കള്ളക്കറാമത്തും പറഞ്ഞു നടക്കുന്ന ആളാണ് സിറാജുദ്ദീൻ ലത്തീഫി. അയാൾ അതല്ലാതെ കുറേ മാട്ടുമാരണ ചികിത്സ നടത്തുന്നുണ്ട്. അതിന് പുറമെ എന്തൊക്കെയോ ഉഡായിപ്പുമായിട്ട് നടക്കുന്ന, ആര് അയാൾക്ക് വിളിച്ചോ ആ വിളിച്ച ആളോട് പണം ഗൂഗിൾ പേ ചെയ്യ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന സിറാജുദ്ദീൻ ലത്തീഫി എന്ന് പറയുന്ന മനുഷ്യൻ, അസ്മ എന്ന് പറയുന്ന 35 വയസ്സുകാരിയായ അയാളുടെ ഭാര്യയ്ക്ക് ചികിത്സ നിഷേധിക്കുക മാത്രമല്ല, ആദ്യം അയാൾ വീട്ടിൽ പ്രസവിപ്പിക്കുക എന്നുള്ള ആ ഒരു കാര്യമാണ് ചെയ്തത്. വീട്ടിൽ പ്രസവം എന്നുള്ളത് ഇന്നൊരു സംഭവമാക്കിയിട്ട് ചില ആളുകളൊക്കെ കൊണ്ടു നടക്കുന്നുണ്ട്. അപകടം പിടിച്ച ഒരു കാര്യമാണ്. ഇൻഷാ അല്ലാഹ് ആ വിഷയം സംബന്ധിച്ച് നിരവധി വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് UK മജീദ് മുസ്ലിയാരുടെ തന്നെ വിഷയം സംബന്ധിച്ച് ഒരു വീഡിയോ കൂടി ചെയ്യാനുണ്ട്. UK മജീദ് മുസ്ലിയാരുടെ മകൻ മരണപ്പെട്ടു എന്ന് പറയുന്ന ആ വിഷയത്തിന് ശേഷം ഇവരുടെ കൂട്ടത്തിലും അതുപോലെ തന്നെ ഇരു സമസ്ത വിഭാഗങ്ങളിലെയും പെട്ട പല മുസ്ലിയാക്കന്മാരും കള്ളക്കറാമത്തും അതുപോലെ തന്നെ ദിവ്യ ശക്തിയുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, ക്യാൻസർ പോലും മാറ്റുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഉമ്മത്തിനെ പിഴപ്പിക്കുന്ന കാര്യം നമുക്ക് കാണിക്കുവാനുണ്ട്. അതിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. മജീദ് മുസ്ലിയാർ AP വിഭാഗം പ്രഗത്ഭനായ ഒരു മുസ്ലിയാരാണ്. അയാളുടെ മകനെ രക്ഷിക്കാൻ ഈ പറയപ്പെട്ട വ്യാജസിദ്ധന്മാർക്ക്, വ്യാജസിദ്ധൻ എന്ന് പറയാൻ പാടില്ല എന്ന് ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, സിദ്ധന്മാരെല്ലാം വ്യാജന്മാരാണ്, ഈ പറയപ്പെട്ട കള്ളസിദ്ധന്മാർക്ക് ആർക്കും കഴിഞ്ഞില്ല. എന്നിട്ട് ഇവരിന്നും പാടിയും കൊണ്ട് നടക്കുന്ന എന്താണ്, ഏത് സ്റ്റേജിലുള്ള ക്യാൻസറും നടത്തുന്ന വയ്യാറ തങ്ങൾ, അതുപോലെ തന്നെ മറ്റു കുറേ തങ്ങന്മാരുണ്ട്, മണ്ണൂർ തങ്ങളും അതുപോലെ തന്നെ തുറാബ് തങ്ങളും എന്നൊക്കെ പറഞ്ഞിട്ട് തങ്ങന്മാരെന്താണെന്നൊക്കെ ഇപ്പോൾ ഇവിടെ ഏകദേശം എല്ലാവർക്കും മനസ്സിലായ കേസാണ്. ഏതെങ്കിലും ഒരു തങ്ങളെ മകനാണെന്നും പറഞ്ഞുകൊണ്ട് ചികിത്സയുടെ മേഖലയിലേക്ക് ഇറങ്ങിക്കൊണ്ട് പാവപ്പെട്ട ആളുകളെ ചൂഷണം ചെയ്തുകൊണ്ട് അവരുടെ സമ്പത്ത് കൊള്ളയടിക്കുന്ന കുറേ ആളുകൾ, അവരെ സംബന്ധിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഒരു വീഡിയോ കൂടി വരുന്നുണ്ട്. കാണുക, മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.